ഹലോ ഹായ് ഇറ്റ്സ് മീ യുവർ സിനിമ ചേട്ടൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കിൽ നിന്നും കന്നഡത്തിൽ നിന്നും ഒക്കെ തമിഴിലേക്ക് റീഡബായി വന്ന ഒരു 5 ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങളാണ്. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായി ഈ വീഡിയോ ചെയ്യുകയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പറയാം, ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന സിനിമകൾ കാണാനും ഇഷ്ടപ്പെടാനും ഒക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഈ കാണുന്നവരോടായി എന്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ആണ്, കാണുന്നവർ ദയവായി എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ വളരെയധികം സന്തോഷം. ഞാൻ ഈ പറയാൻ പോകുന്ന 5 സിനിമകളുടെയും ഡൗൺലോഡ് ലിങ്കുകൾ എന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തീർച്ചയായിട്ടും അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മൂവീസ് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായവും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഏതാണ് 5 മൂവീസ് എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. 2023 തെലുങ്കിൽ റിലീസായ ഒരു ചിത്രമാണ് രാവണാസുര. രാവണാസുര നമ്മുടെ രവി തേജയാണ് നായക കഥാപാത്രമായി ചെയ്തിരിക്കുന്നത്. രാവണാസുരയുടെ ഒരു കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഇതിലെ നായകൻ രവി തേജ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഈ കൊലപാതകത്തിന്റെ അന്വേഷണത്തിനായി ഇതിലെ ഒരു പോലീസ് ഓഫീസർ എത്തുകയാണ്. ആ പോലീസ് ഓഫീസർ മറ്റാരുമല്ല, നമ്മുടെ മലയാളത്തിന്റെ പ്രിയങ്കരനായ നായകൻ ജയറാമാണ്. അപ്പോൾ ജയറാം ഈ കേസ് അന്വേഷണത്തിനായി വരികയും തുടർന്ന് ഈ കൊലപാതകങ്ങളുടെ ചുരുളുകൾ കണ്ടെത്തുന്നതും ഒക്കെയാണ് ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയാം. തികച്ചും മനോഹരമായ ഒരു ത്രില്ലിംഗ് എലമെന്റ് എല്ലാം കൊടുത്ത് വളരെയധികം ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ഈ രാവണാസുര എന്ന ഈ ഒരു ചിത്രം. പിന്നെ ഈ സിനിമ കാണും മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം, കുറച്ച് അഡൽട്ട് കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. കുറച്ച് സെൻസർ കട്ട് സീൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ സിനിമ കണ്ടവരാണെങ്കിലും എന്റെ ടെലഗ്രാം ചാനൽ കണ്ട് ഇനി കാണാൻ പോകുന്നവരാണെങ്കിലും മൂവി എങ്ങനെ ഉണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ലിസ്റ്റിൽ 2ാമത്തെ ചിത്രം എന്നു Look for that signature. 2021 കന്നഡത്തിൽ റിലീസായ ഒരു ചിത്രമാണ് സീതാറാം ബിനോയ് കേസ് നമ്പർ 18. ഈ സിനിമയുടെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ ട്രാൻസ്ഫർ ആയി ഒരു കാടിനുള്ളിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അദ്ദേഹം അവിടെ ചാർജ് എടുക്കുകയാണ്. അങ്ങനെ ആ ഒരു നാട്ടിൽ തുടർന്ന് ഈ പോലീസുകാരുടെ ഭാര്യമാരെ ലക്ഷ്യമാക്കി ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുകയാണ്. അതുപോലെ അതേസമയം തന്നെ ഒരുപാട് ഭയാനകരമായ മോഷണങ്ങൾ നടക്കുകയാണ് ആ നാട്ടിൽ. അപ്പോൾ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്, എന്തായിരിക്കും ഇവരുടെ മോട്ടീവ് എന്നൊക്കെ കണ്ടെത്തുന്ന ആ പോലീസുകാരന്റെ ഒരുപാട് കണ്ടെത്തലുകളാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. തീർച്ചയായിട്ടും വളരെ ഗംഭീരമായി ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ഈ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്ന ഈ ഒരു ചിത്രം. തമിഴിൽ ഈ പടം അവൈലബിൾ ആണ്. ഞാൻ എന്റെ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട മസ്റ്റ് വാച്ച് ആയ ഒരു സിനിമ തന്നെയാണിത്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. ലിസ്റ്റിൽ 3ാമത്തെ ചിത്രമെന്ന് നോക്കാം. വിക്ടിംസ് ഡീറ്റെയിൽസ്, ഫോട്ടോസ്, എഫ്ഐആർ കോപ്പീസ് എല്ലാമേ ടേബിൾ മേലെ എടുക്കണം. Okay, sir. ഓർഡർ വൈസ്, ഡേറ്റ് വൈസ്. 2022 തെലുങ്കിൽ തന്നെ ഒരു ഹൊറർ ക്രൈം ത്രില്ലർ മൂവി ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമയാണ് മസോദ. ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഒരു മൂവിയാണ്. ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സംഗീതയാണ്. ഈ സിനിമയുടെ കഥയുടെ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ സംഗീതയുടെ മകൾ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വളരെ അസ്വാഭാവികമായ ചില പെരുമാറ്റങ്ങളൊക്കെ കാഴ്ചവെക്കുകയാണ്. അതായത് എന്തോ ഒരു ബാധയൊക്കെ കൂടിയതുപോലെ പെരുമാറ്റത്തിലൊക്കെ വളരെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതിനുശേഷം ആ നാട്ടിൽ ഒരുപാട് കൊലകളൊക്കെ നടക്കുന്നു. അങ്ങനെ ഈ സംഗീത, അതായത് ഈ മകളുടെ അമ്മ, അയൽവാസിയായ നമ്മുടെ ഹീറോയുടെ ഒരു സഹായം തേടുന്നു. തുടർന്ന് ഈ ഹീറോയും സംഗീതയും ചേർന്ന് എന്താണ് ഇതിന്റെ കാരണം, എങ്ങനെയാണ് തന്റെ മകൾ ഇങ്ങനെ ആയതെന്നൊക്കെ ഉള്ള കുറെ അന്വേഷണങ്ങളാണ്. അതുവഴി ആ കൊലപാതകങ്ങളും അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. ഗംഭീരമായി സസ്പെൻസിലൊക്കെ പറഞ്ഞു പോകുന്ന ഒരു മനോഹരമായ ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. കുറച്ച് പേടിക്കാനൊക്കെ ഉണ്ട്. വളരെയധികം പേടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോ ലിസ്റ്റിൽ 4ാമത്തെ ചിത്രമേ നോക്കാം. 2021 തെലുങ്കിൽ റിലീസായ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് എ ആഡ് ഇൻഫിനിറ്റ്. തമിഴിൽ ഇതിന്റെ പേര് അശ്വത്ഥാത്മ എന്നാണ്. അശ്വത്ഥാത്മ എന്ന ഈ മൂവിയുടെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിറ്റിയിൽ തുടർച്ചയായി ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങളെ മിസ്സാവുകയാണ് അവർ. അങ്ങനെ തുടർന്ന് ഒരു പോലീസ് ഓഫീസർ ഇതിന്റെ അന്വേഷണത്തിനായി എത്തുന്നു. അങ്ങനെ കഥയുടെ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ ഈ പോലീസ് ഓഫീസറിന്റെ മകളെയും കാണാതാവുകയാണ്. പിന്നെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകളെയും ഈ കാണാതായ കുട്ടികളെയും കണ്ടെത്തുന്നുണ്ടോ എന്നൊക്കെ ഉള്ള വളരെ ഗംഭീരമായ അന്വേഷണ രീതികളാണ്. വളരെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഗംഭീരമായ ഒരു മൂവി തന്നെയാണ് അശ്വത്ഥാത്മ. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. എന്റെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ പടത്തെ പറ്റിയുള്ളത് തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ലിസ്റ്റിൽ 5ാമത്തെ ചിത്രമെന്നു இப்போ உனக்கு ஜுரம் வந்தா போட்டுக்கிறதுக்கு பாராசிட்டமால் இருக்கு. ஆனா அதை கண்டுபிடிக்கிறதுக்கு எத்தனை பேர் செத்தாங்கன்னு தெரியுமா? 2022 കന്നഡത്തിൽ ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലറായി പുറത്തു വന്ന ഒരു ചിത്രമാണ് വിക്രാന്ത് റോണ.
വിക്രാന്ത് റോണ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കാടിനുള്ളിലെ ഒരു ഗ്രാമത്തിൽ തുടർച്ചയായി ഒരുപാട് കൊലപാതകം എത്തുകയാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളും ആരാണ് ഈ കൊലപാതകി എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ബോറില്ലാതെ വളരെ ഗംഭീരമായി ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ഈ ഒരു വിക്രാന്ത് റോണ. വിക്രാന്ത് റോണ എന്ന ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനലിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് തെലുങ്കിൽ നിന്നും കന്നഡത്തിൽ നിന്നും തമിഴിലേക്ക് റീഡപ്പായി വന്നിട്ടുള്ള കുറച്ച് ക്രൈം ത്രില്ലർ മൂവികൾ. എല്ലാവരും സിനിമ കാണുമെന്നും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ ബൈ ബൈ.